പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം RCCയുടെ മാത്രം ഉദാഹരണത്തിൽ, RCCയിലെ 3 ചികിത്സ മാത്രം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് നാം കാണേണ്ടത് കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? നമ്മൾ ചികിത്സ നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യം നോക്കിയാൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ, തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണ്. RCC ഉൾപ്പെടെ ഇടങ്ങളിൽ എല്ലാ ആശുപത്രികളിലും മികച്ച കെട്ടിടങ്ങൾ, മികച്ച ഉപകരണങ്ങൾ സാധ്യമാക്കി അടിസ്ഥാന സൗകര്യ വികസനം. അതോടൊപ്പം തന്നെ അടുത്തത് ചികിത്സാ സംവിധാനങ്ങൾ. ഞാൻ ഇവിടുത്തെ ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ച് 1-2 മാത്രം പറഞ്ഞു. തൊട്ടടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഉദാഹരണം ഇന്റർവെൻഷണൽ ന്യൂറോളജി പറഞ്ഞതുപോലെ മെക്കാനിക്കൽ ത്രോംബക്ടമി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി വലിയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പുറത്ത് 15-20 ലക്ഷം രൂപയാകുമ്പോൾ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ സൗജന്യമായി ആ ചികിത്സ നൽകുന്നു. ഇന്റർവെൻഷണൽ റേഡിയോളജി ഉള്ള മെഡിക്കൽ കോളേജുകളിലും ഇത് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ബിന്ദു ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ ഇവിടെയുണ്ട്. SAT രാജ്യത്തെ 10 മികവിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു. റെയർ ഡിസീസിനു വേണ്ടി ആദ്യമായി സൗജന്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റെയർ ഡിസീസസ്. ഒരു വൈറൽ മെഡിസിൻ SMA, സ്പൈനൽ മസ്കുലർ അട്രോഫി, ആ രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അവർക്ക് പിച്ച വെക്കാൻ കഴിയില്ല. ആ കുഞ്ഞുങ്ങൾക്ക് നടക്കുന്നതിന്, അവരുടെ നട്ടില് തല നേരെ നിൽക്കുന്നതിനും ഒക്കെ തന്നെ സഹായകരമാകുന്ന നിലയിൽ ഈ ട്രീറ്റ്മെന്റ് മാറുന്നു. ഒരു വയലിന് 1.5 ലക്ഷത്തിലധികം രൂപയാണ് വില. കോഴിക്കോടുള്ള ഒരു കുഞ്ഞ് CM-നോട് പറഞ്ഞു, സ്കോളിയോസിസ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് CM-നോട് കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഞാനും അന്നേരം ഉണ്ടായിരുന്നു. CM, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ പുഴകൾ കാണാം, എനിക്ക് മരങ്ങളെ കാണാം, എനിക്ക് മനുഷ്യരെ കാണാം. അന്നാ മകൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ പറഞ്ഞു, എനിക്ക് ഇരുന്ന് പുസ്തകം വായിക്കാൻ കഴിയുമായിരുന്നില്ല, ഞാൻ ഇപ്പോൾ ഇരുന്ന് പുസ്തകം വായിക്കുന്നു. ആ സർജറി ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇങ്ങനെ ഓരോയിടത്തും ചികിത്സാ സംവിധാനങ്ങളിൽ മാറ്റം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 2022 കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു, തിരുവനന്തപുരത്ത് നടക്കുന്നു. IOT സ്ഥാപിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാപിച്ചു. അനേകം കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി മറ്റ് പദ്ധതികൾ പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യ നിയമം ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. നിപ്പ പകർച്ചവ്യാധി വന്നു. ആഗോളതലത്തിൽ 70% മുകളിൽ മരണമുള്ള നിപ്പ എന്ന പകർച്ചവ്യാധി 2023 കോഴിക്കോട് ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ 33% ആ മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. ഔട്ട്ബ്രേക്ക് നിലനിൽക്കുമ്പോൾ ഇൻഡെക്സ് കേസ് കണ്ടെത്തിക്കൊണ്ട് ആ ഔട്ട്ബ്രേക്കിനെ പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ്, ബ്രെയിൻ ഈറ്റിംഗ് അമീബ മൂലമുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം, നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ ആഗോളതലത്തിൽ 99% മോർട്ടാലിറ്റി ഉള്ള രോഗം, അക്കാൻഡമീബ ആണെങ്കിൽ 70% മോർട്ടാലിറ്റി ഉള്ള രോഗം. നമ്മുടെ 2023 നിപ്പയ്ക്ക് ശേഷം നമ്മൾ ഗൈഡ് ലൈൻ ഇറക്കി. ഓരോ മസ്തിഷ്ക ജ്വരത്തിന്റെയും കാരണം കണ്ടുപിടിക്കണം. നമ്മുടെ സംവിധാനം, നമ്മുടെ സിസ്റ്റം അത് ആരംഭിച്ചു. എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? അതുകൊണ്ടുള്ള പ്രയോജനം ആ 99% മരണനിരക്ക് കേരളത്തിൽ, അല്ലെങ്കിൽ 70% മുകളിൽ മരണനിരക്ക് കേരളത്തിൽ 24% കുറച്ചു കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ചികിത്സ 10 വർഷം മുൻപ് 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികളിൽ. നമ്മൾ സംസാരിക്കുമ്പോൾ 3000 പേഷ്യൻസ് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നു. ഒരു സ്വകാര്യ ആശുപത്രി ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ മിനിമം 1500 രൂപ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മിനിസ്റ്റർ പറഞ്ഞത് തെറ്റാണ്, 1500 അല്ല 2250 രൂപയാണ് എന്നോടൊരു ഡയാലിസിസിന് വാങ്ങുന്നത് എന്ന് പറഞ്ഞു. 3000 പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുമ്പോൾ 3000 ഗുണം 1500 ഒരു ദിവസം കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി അത് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇടുക്കി മാത്രമാണ് ശേഷിച്ചത്. അടിമാലിയിൽ കൂടി കാത്ത് ലാബ് സ്ഥാപിക്കുന്നതോടെ 14 ജില്ലകളിലും കാത്ത് ലാബ് ആകും. എന്താണ് അതിൻ്റെ ഗുണം? 30% കാർഡിയാക് അറസ്റ്റ് മൂലമുള്ള ആശുപത്രികളിൽ എത്തിക്കഴിഞ്ഞ് കാർഡിയാക് അറസ്റ്റ് മൂലമുള്ള മരണം
ഇന്ന് 6% കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ജയകുമാർ ഡോക്ടറെ പോലെയുള്ള എക്സ്പേർട്സിന്റെ അവരുടെ ഡോക്യുമെന്റിലൂടെ പറയുന്നു. 6 ലക്ഷം രൂപ പുറത്ത് ആകുന്ന ആൻജിയോപ്ലാസ്റ്റി അത് സൗജന്യമായി കാസ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ സ്റ്റെന്റിന്റെ മാത്രം വില 60,000 രൂപ APL വിഭാഗമാണെങ്കിൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതോടുകൂടി ഈ ചെലവുണ്ടാകുന്നില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് എങ്ങനെയാണ് ആധികാരികമായി പറയാൻ കഴിയും. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ റിപ്പോർട്ട് 75th റിപ്പോർട്ടും 79th റിപ്പോർട്ടും 75ാമത്തെ റിപ്പോർട്ടിൽ പറയുന്നു നഗരമേഖലയിൽ 23,130 രൂപ ഒരു കുടുംബത്തിന് ഒരു വർഷം ചികിത്സയ്ക്ക് ചെലവാകുമെങ്കിൽ 79ാമത്തെ റിപ്പോർട്ട് പറയുന്നു 13,000 ചില്വാനം രൂപ ആണ് ഇപ്പോൾ. 2024 പുറത്തു വന്ന റിപ്പോർട്ടാണ്. നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇത് എല്ലാവരുടെ ഡേറ്റ അവൈലബിൾ ആണ്. റൂറൽ മേഖലയിൽ, ഗ്രാമീണ മേഖലയിൽ 17,000 രൂപയായിരുന്നു 75ാമത്തെ റിപ്പോർട്ടിലെങ്കിൽ 79ാമത്തെ റിപ്പോർട്ടിൽ 10,000 രൂപയായി അത് കുറഞ്ഞിരിക്കുന്നു. ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ചികിത്സാ ചെലവ് കുറയുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ റിപ്പോർട്ട്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നത്? കേരളത്തിൻ്റെ ആരോഗ്യരംഗം തകർന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ പറഞ്ഞ 3,000 ഡയാലിസിസ് പേഷ്യൻസിനെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ ആൻജിയോപ്ലാസ്റ്റി ജില്ലാ ആശുപത്രികളിൽ നടത്തുന്ന പേഷ്യൻസിനെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ബ്രാക്കി തെറാപ്പി ഇവിടെ സൗജന്യമായി ചെയ്യുന്ന നമ്മുടെ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? റോബോട്ടിക് സർജറി സൗജന്യമായി RCCയിൽ നടത്തുന്ന ആളുകളെ പുറത്തേക്ക് സൗജന്യമായി എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഹൈപെക് തെറാപ്പി ഇവിടെ സൗജന്യമായിട്ടോ 16,000 രൂപ കൊടുത്തോ ചെയ്യുന്ന മനുഷ്യരെ 5 ലക്ഷവും 6 ലക്ഷവും പേ ചെയ്തുകൊണ്ട് പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ലക്ഷ്യമാണ്? ഇത് വളരെ ക്ലിയർ ആണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആഗോള സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ്. 1750 ചെറിയ ഹോസ്പിറ്റലുകൾ പൂട്ടി. ഇനി പൂട്ടിക്കേണ്ടത് സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ഇപ്പൊ വിളപ്പിൽ ഒരു ആശുപത്രി പൂട്ടി, ഒരു ആരോഗ്യ കേന്ദ്രം, ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പൂട്ടി. നമ്മൾ കണ്ടു ചാനലുകളിലൂടെ. അവിടെ CCTV ഉണ്ട്, അവിടെ ചെയറുകളുണ്ട്, അവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ രാത്രി രോഗ ചികിത്സയില്ല. 3 ആരോഗ്യ പ്രവർത്തകർ രാജിവെച്ചു പോയി. ഈ ആഗോള സ്വകാര്യ കുത്തകകൾക്ക് മുന്നിൽ കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രഖ്യാപനം. എൻ്റെ പ്രിയപ്പെട്ടവരെ,